ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതിക്കായി അനുവദിച്ചിരുന്ന താൽക്കാലിക ഉപരോധ ഇളവുകൾ പുതുക്കേണ്ടതില്ലെന്ന് അമേരിക്ക തീരുമാനിച്ചതോടെ കടുത്ത പ്രതിസന്ധി നേരിട്ട് ഇന്ത്യ. അമേരിക്കയുടെ പുതിയ നീക്കം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ ഇടപാടുകൾക്ക് മേൽ കർശന നിയന്ത്രണം തിരിച്ചുകൊണ്ടുവരുന്നതാണ്. മാർച്ച് 11 മുൻപ് കടലിൽ എത്തിയ എണ്ണ സ്വീകരിക്കുന്നതിനായി അനുവദിച്ച കാലാവധി അവസാനിച്ചതായും അത് നീട്ടി നൽകില്ലെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുന്ന ഇക്കണോമിക് ഫ്യൂറി എന്ന സാമ്പത്തിക നയത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുകയോ ഇറാനിയൻ പണം ബാങ്കുകളിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ സെക്കൻഡറി ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ എണ്ണ വരുമാനം പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് അവരെ ചർച്ചാമേശയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഒമാനിൽ നടക്കാനിരുന്ന രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുൻപ് ഇറാനുമേൽ പരമാവധി സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനാണ് വാഷിംഗ്ടണിന്റെ നീക്കം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം നിർണായകമാണ്. കഴിഞ്ഞ ആഴ്ചയാണ് 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി ഇറാനിൽ നിന്നുള്ള എണ്ണ ഇന്ത്യയിലെത്തിയത്. ഉപരോധം കടുപ്പിക്കുന്നത് എണ്ണ വിപണിയിൽ സമ്മർദ്ദം ചെലുത്തിയേക്കാം. എങ്കിലും തങ്ങൾക്ക് ആവശ്യമായ എണ്ണ ശേഖരമുണ്ടെന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ എത്തിക്കാനുള്ള സന്നാഹങ്ങൾ തയ്യാറാണെന്നും ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ റഷ്യൻ എണ്ണയുടെ വലിയൊരു ഉപഭോക്താവാണ് ഇന്ത്യ. അതേസമയം ഒമാൻ ഭാഗത്തുകൂടി കപ്പലുകൾ സ്വതന്ത്രമായി കടന്നുപോകാൻ അനുവദിക്കുന്നത് സംബന്ധിച്ച സൂചനകൾ പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തേക്കാൾ ഉപരിയായി സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇറാനെ തളയ്ക്കാനാണ് ട്രംപ് ഭരണകൂടം നിലവിൽ മുൻഗണന നൽകുന്നത്. അതേസമയം റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനായി വിവിധ രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന ഉപരോധ ഇളവുകൾ ഇനി നീട്ടി നൽകില്ലെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ഈ ഇളവുകളുടെ പ്രധാന ഗുണഭോക്താക്കളിൽ ഒരാളായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം തിരിച്ചടിയാണ്. മാർച്ച് 11 മുതൽ കടലിൽ ഉണ്ടായിരുന്ന എണ്ണയ്ക്ക് മാത്രമായി നൽകിയ താൽക്കാലിക അനുമതികൾ അവസാനിച്ചതായി സ്കോട്ട് ബെസന്റ് അറിയിച്ചു. ഇറാനിയൻ എണ്ണയുടേത് ഏപ്രിൽ 19 അവസാനിക്കും. ഉപരോധങ്ങൾക്കിടയിലും ആഗോള എണ്ണവില നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ റിഫൈനറികൾക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക 30 ദിവസത്തെ പ്രത്യേക അനുമതി നൽകിയിരുന്നു. അതുപ്രകാരം റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഏകദേശം 3 കോടി ബാരൽ റഷ്യൻ എണ്ണയ്ക്ക് ഓർഡർ നൽകിയിരുന്നു. എന്നാൽ ഇളവുകൾ നേടണമെന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ ആവശ്യം അമേരിക്ക തള്ളുകയായിരുന്നു. ഫെബ്രുവരിയിൽ US ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ എണ്ണവില ബാരലിന് $100 മുകളിൽ പോയിരുന്നു. വിപണി സുസ്ഥിരമാക്കാനാണ് ഇളവുകൾ നൽകിയതെന്നായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. ഇളവുകൾക്കെതിരെ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് കടുത്ത പ്രതിഷേധമുയർന്നിരുന്നു. റഷ്യക്ക് തങ്ങളുടെ യുദ്ധം തുടരാൻ വൻതോതിൽ പണം സമ്പാദിക്കാൻ ഈ നീക്കം സഹായിക്കും. റഷ്യ ഈ പണം യുക്രൈൻ യുദ്ധത്തിനായും ഇറാനെ സഹായിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കയുടെ കർശന നിലപാട് വരും ദിവസങ്ങളിൽ ആഗോള ഇന്ധന വിപണിയിലും ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധി പരിഹരിക്കാൻ റഷ്യൻ എണ്ണ വാങ്ങുന്നത് വീണ്ടും കൂട്ടുന്നതടക്കം ഇന്ത്യയുടെ പരിഗണനയിലുണ്ട്. യുഎസുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുണ്ട്. പ്രതിസന്ധി തുടർന്നാൽ ഇന്ധന കയറ്റുമതി നിയന്ത്രിക്കാനും ഗാർഹികവാതകത്തിനും പൈപ്പ് വഴിയുള്ള വിതരണത്തിനും മുൻഗണന നൽകുന്നതും പരിഗണനയിലുണ്ട്. ആഭ്യന്തര വിപണിയിലേക്ക് കൂടുതൽ ഇന്ധനം തിരിച്ചുവിടാൻ സ്വകാര്യ കമ്പനികളിൽ സമ്മർദ്ദം ചെലുത്താനും സാധ്യതയുണ്ട്. 2 ആഴ്ചത്തേക്കുള്ള എണ്ണ സ്റ്റോക്ക് ഉണ്ടെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് ടോൾ നൽകേണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇന്ത്യൻ കപ്പലുകൾക്ക് ടോൾ നൽകേണ്ടി വന്നു എന്ന വാർത്ത നിഷേധിച്ചുകൊണ്ടാണ് ഇറാൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഇറാന് ഇന്ത്യയുമായി നിലവിലത്തെ സാഹചര്യത്തിലും നല്ല ബന്ധമാണുള്ളത്. ഇന്ത്യയും ഇറാനും ഒരേ താൽപര്യമാണ് കൈക്കൊള്ളുന്നത്. ഇത്രയേറെ പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യയെ സുഹൃത്ത് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഉൾപ്പെടുത്തിയത്. അതേസമയം ഹോർമൂസിൽ കൂടി കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏതു കപ്പലിനെയും തടഞ്ഞു പിടിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക. സംഘർഷബാധിത പ്രദേശം കടക്കാൻ ശ്രമിക്കുന്ന കപ്പലിനെ പിടിച്ചെടുക്കുമെന്നാണ് യുഎസിന്റെ ഭീഷണി. കപ്പലിന്റെ പതാക പരിഗണിക്കാതെ തടയുമെന്നും US സെൻട്രൽ കമാൻഡ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഹോർമൂസിന്റെ ഉപരോധിക്കപ്പെട്ട പ്രദേശത്തേക്ക് അംഗീകാരമില്ലാതെ പ്രവേശിക്കുകയോ പോകുകയോ ചെയ്യുന്ന ഏതൊരു കപ്പലും തടയാനും വഴിതിരിച്ചുവിടാനും പിടിച്ചെടുക്കാനുമാണ് അമേരിക്കയുടെ തീരുമാനം. എന്നാൽ എന്തു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും ഇറാനെതിരായ യുദ്ധത്തിനോ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കുന്നതിനോ ഇല്ലെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കിയിരുന്നു. ഹോർമൂസ് തുറക്കണം എന്നാണ് ബ്രിട്ടന്റെ അഭിപ്രായം. അതിനായി ഉപരോധത്തെ പിന്തുണയ്ക്കില്ലെന്നും തങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കരുതെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുക എന്നത് പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ കാഴ്ചപ്പാടിൽ കടലിടുക്ക് പൂർണ്ണമായും തുറന്നിടേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഞങ്ങൾ അതിനായുള്ള ശ്രമങ്ങളിലാണ്. അത് തുടരുകയും ചെയ്യുമെന്ന് കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.